സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. സൃഷ്ടികളിൽ നാം ഏറെ കടപ്പെട്ടിരിക്കുന്നത്, നമ്മുടെ നഫ്സിനേക്കാൾ നാം പ്രിയങ്കരമായി ഇഷ്ടപ്പെടേണ്ടത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. അപ്പോൾ പിന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കടമയേക്കാൾ, കടപ്പാടിനേക്കാൾ മറ്റാരോടാണ് നമുക്ക് കടമയും കടപ്പാടുമുള്ളത്? പലപ്പോഴും ഇത് മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിക്കപ്പെടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പഠിപ്പിക്കപ്പെടേണ്ടതുപോലെ അവരെ പഠിപ്പിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആരോടുള്ള ബാധ്യതയെക്കാളും കടമകളെക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കടമകൾ മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിക്കേണ്ടതുപോലെ പഠിപ്പിച്ചാൽ മുസ്ലിം ഉമ്മത്തിൽ നിന്ന് അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികൾക്കും അത് പരിഹാരമായി തീരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നമ്മുടെ ഒന്നാമത്തെ കടമ, ഒന്നാമത്തെ ബാധ്യത, ഹഖ് എന്നാൽ അൽ ഈമാനു ബിഹി വശഹാദതു ബിരിസാലതിഹി. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സമ്പൂർണ്ണമായി നമ്മൾ വിശ്വസിക്കുക. അവിടുത്തെ റിസാലത്ത്, അവിടുത്തെ പ്രബോധന ദൗത്യം, അതിനെ സത്യസാക്ഷ്യപ്പെടുത്തുക. അവിടുത്തെ റിസാലത്തിൻ്റെ ഷഹാദത്ത്, മുഹമ്മദുൻ റസൂലുള്ളാഹി എന്ന ഷഹാദത്ത് നമ്മൾ അരക്കെട്ടുറപ്പിക്കുക. ഇതാണ് ഒന്നാമത്തെ ഹഖ്. അത് ഈമാനിൻ്റെ അടിത്തറയാണ്, ഇസ്ലാമിൻ്റെ ആധാരമാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ സ്തംഭങ്ങൾ പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത് അതിലാണ്. ഈമാൻ കാര്യങ്ങൾ അത് നിലകൊള്ളുന്നത് ഈ സ്തംഭത്തിലാണ്. ഈമാനിൻ്റെയും ഇസ്ലാമിൻ്റെയും സുപ്രധാനമായ സ്തംഭങ്ങളിൽ ഒന്നാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലുള്ള ഈമാൻ. പണ്ഡിതന്മാർ ചിലർ പറഞ്ഞതുപോലെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇബാദത്ത് അല്ലാഹുവിന് മാത്രം വകവെച്ച് നൽകുക എന്നതാണ് അതിൻ്റെ താല്പര്യം. ഇബാദത്തിന് അർഹനായി ന്യായമായും അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്. അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ പിൻപറ്റപ്പെടാൻ ന്യായമായും അർഹതയുള്ളത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമാണ്. ലാ മത്ബൂഅ ബിഹഖിൻ ഇല്ല റസൂലുള്ളാഹ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലാതെ അനുകരിക്കപ്പെടാൻ, മാതൃകയാക്കപ്പെടാൻ, പിൻപറ്റപ്പെടാൻ അർഹനായി മറ്റാരുമില്ല. മറ്റാരെങ്കിലും നമ്മൾ പിൻപറ്റുന്നുവെങ്കിൽ, ആരെങ്കിലും നമ്മൾ മാതൃകയാക്കുന്നുവെങ്കിൽ, അനുസരിക്കുന്നുവെങ്കിൽ, അനുധാവനം ചെയ്യുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയാൾ അനുസരിച്ചാലല്ലാതെ മറ്റൊരാളെയും അനുസരിക്കാൻ നമുക്ക് ബാധ്യതയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഹാദത്തിന് നമ്മൾ തൗഹീദുള്ളവരാകണം. എന്താണ് തൗഹീദ്? ന്യായമായി നമ്മൾ പിൻപറ്റേണ്ടത് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാത്രം. ന്യായമായി നമ്മൾ ഇബാദത്ത് ചെയ്യേണ്ടത് അല്ലാഹുവിനെ മാത്രം എന്നതുപോലെ തന്നെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹിലും തൗഹീദുണ്ട്, മുഹമ്മദുർ റസൂലുള്ളാഹിലും തൗഹീദുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അടിയുറച്ച് വിശ്വസിക്കുക. അവിടുത്തെ റിസാലത്തിൽ അവിടുന്ന് അറിയിച്ചു തന്നതിൽ സമ്പൂർണ്ണമായി സത്യപ്പെടുത്തുക. ഇത് ഈമാനിൻ്റെയും ഇസ്ലാമിൻ്റെയും അടിത്തറയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഈമാൻ ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് നിയോഗിച്ച നബിയാണ്, റസൂലാണ്, അള്ളാഹുവിൻ്റെ അന്തിമ ദൂതനാണ് അവിടുന്ന് എന്നത് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. അള്ളാഹു നിയോഗിച്ച നബിയാണ് അദ്ദേഹം, അള്ളാഹു നിയോഗിച്ച റസൂലാണ് അദ്ദേഹം എന്ന് ഉറപ്പിച്ച് നമ്മൾ വിശ്വസിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഇനിയൊരു നബി വരാനില്ല, ഇനിയൊരു റസൂൽ നിയോഗിക്കപ്പെടാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തന്നെ പറഞ്ഞു, ലാ നബിയ്യ ബഅദി, എനിക്ക് ശേഷം ഒരു നബിയില്ല. അന ഖാതമുൻ നബിയീൻ, ഞാൻ അമ്പിയാക്കളിൽ അവസാനിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അള്ളാഹു അയച്ച നബിയാണ്, അള്ളാഹുവിൽ നിന്ന് നിയോഗിക്കപ്പെട്ട റസൂലാണ് അവിടുന്ന്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുന്നതിൻ്റെ ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്ത്, റിസാലത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് മാത്രമാണ്. പല ആളുകൾ അങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നു. മനുഷ്യരിലേക്ക് നിയോഗിക്കപ്പെട്ട റസൂലാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ല, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിന്നുകളിലേക്കും മനുഷ്യരിലേക്കും ഒരുപോലെ നിയോഗിക്കപ്പെട്ടവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്ത്, നുബുവത്ത് മനുഷ്യർക്ക് ബാധകമാകുന്നത് പോലെ തന്നെ മനുഷ്യരുടെ സമാന്തര സൃഷ്ടിവർഗമായ ജിന്നുകൾക്കും അംഗീകരിക്കൽ ബാധ്യതയാണ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റൽ ബാധ്യതയായിട്ടുള്ളവരാണ്. ഇത് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തുള്ള ഈമാനിന്റെ ഭാഗമാണ്. അവിടുന്ന് മനുഷ്യരിലേക്ക് നിയോഗിക്കപ്പെട്ടതുപോലെ തന്നെ ജിന്നുകൾക്കും അവിടുത്തെ റിസാലത്തും നുബുവത്തും അംഗീകരിക്കൽ ബാധ്യതയാണ്. വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസ്, മുഴുവൻ ജനങ്ങളിലേക്കും, ഇനി ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന മുഴുവൻ സമൂഹങ്ങളിലേക്കും, നാനാജാതി വർഗ വർണ്ണ ജാതി ഭേദമന്യേ സകല മനുഷ്യരിലേക്കും, ഖിയാമത്ത് നാൾ വരെ ജീവിക്കാനിരിക്കുന്ന എല്ലാവരിലേക്കും നിയോഗിക്കപ്പെട്ടവനാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. അതോടൊപ്പം ഇതിൻ്റെ മറുവശം, ആരെങ്കിലും അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമെ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകരുടെ റബ്ബായ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വഹി ലഭിക്കപ്പെട്ട് മനുഷ്യരിലേക്ക് നിയോഗിക്കപ്പെട്ട നബിയാണ്, റസൂലാണ് എന്നുള്ള വിഷയത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടായാൽ, അതിനുമപ്പുറത്ത് മനുഷ്യരിലേക്ക് അയക്കപ്പെട്ട നബിയാണ്, റസൂലാണ്, എന്നാൽ ജിന്നുകളിലേക്ക് അയക്കപ്പെട്ടവനാണോ എന്നതിൽ സംശയമുണ്ടായാൽ, അതിനുമപ്പുറത്ത് ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന സകല മനുഷ്യരിലേക്കും മുസ്ലിം എന്നല്ല, ഏതു ജാതിക്കാരനാകട്ടെ, ഏതു മതത്തിൻ്റെയും പ്രത്യയശാസ്ത്രത്തിൻ്റെയും വക്താവാകട്ടെ, ദീനില്ലാത്തവരാകട്ടെ, നിരീശ്വരവാദികളാകട്ടെ, മതേതരവാദികളാകട്ടെ, ആരുമാകട്ടെ, എല്ലാവരിലേക്കും സർവ്വ മനുഷ്യരിലേക്കും നിയുക്തനാകപ്പെട്ട ഖിയാമത്ത് നാൾ വരെയുള്ള സകല മനുഷ്യരിലേക്കും നിയോഗിക്കപ്പെട്ട റസൂലാണെന്നുള്ള വിഷയത്തിലും നമുക്ക് സംശയമുണ്ടെങ്കിൽ നമ്മുടെ ഈമാൻ പൂർണ്ണമല്ല. സംശയത്തിൻ്റെ ഒരു ലാഞ്ചനയുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമ്മുടെ ഈമാൻ പൂർണ്ണമല്ല.
ഇത് നമ്മൾ ഉറപ്പിക്കണം. നമ്മുടെ ഈമാനിനെ, നമ്മുടെ ഇസ്ലാമിനെയും കുഫറിനെയും വേർതിരിക്കുന്ന വിശ്വാസത്തിന്റെ അടിത്തറയാണിത്, അഖീദയുടെ അടിത്തറയാണിത്. പലർക്കും ഇതറിയില്ല. ഇന്ന് സോഷ്യൽ മീഡിയയിലും ആളുകൾ സംസാരിക്കുന്ന പബ്ലിക് പ്ലാറ്റ്ഫോമുകളിലും മുസ്ലിം നാമധാരികൾ വരെ കടുത്ത സംശയവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന ദൗത്യത്തെ വിമർശിക്കുന്ന, ആക്ഷേപിക്കുന്ന, സംശയിക്കുന്ന അപകടകരമായ വാദങ്ങളും എഴുതുന്നു, പറയുന്നു, ചർച്ച ചെയ്യുന്നു, വിലയിരുത്തുന്നു, നിരൂപണം ചെയ്യുന്നു മുസ്ലിം ഉമ്മത്തിലെ അംഗങ്ങൾ. ഈമാനും കുഫറും വേർതിരിയുന്ന രംഗമാണിത്. വളരെ ഗൗരവത്തിൽ നമ്മൾ വിലയിരുത്തേണ്ടുന്ന കാര്യമാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫത്ഹിലെ 13-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വമൻ ലം യുഅ്മിൻ ബില്ലാഹി വറസൂലിഹി ഫഇന്നാ അഅ്തദ്നാ ലിൽ കാഫിരീന സഈറാ. ആരാണോ അല്ലാഹുവിലും അവന്റെ റസൂലിലും ഈമാൻ കൈക്കൊള്ളാത്തവൻ? അല്ലാഹുവിൽ വിശ്വസിക്കുക എന്നുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലുള്ള വിശ്വാസത്തോടെ സാധിക്കുള്ളൂ. അല്ലാഹുവിൽ എങ്ങനെ വിശ്വസിക്കണം? ആരാണ് റബ്ബ്? എന്താണ് അവന്റെ പ്രത്യേകതകൾ? എന്താണ് അവന്റെ നാമഗുണ വിശേഷണങ്ങൾ? എങ്ങനെയാണ് അവനെ ഇബാദത്ത് ചെയ്യേണ്ടത്? അവൻ കൽപ്പിച്ചത് എന്താണ്? അവൻ വിലക്കിയത് എന്താണ്? എങ്ങനെ അവൻ ഇഷ്ടം നേടാം? എങ്ങനെ അവൻ ഒരുക്കി വെച്ച സ്വർഗം നേടാം? എങ്ങനെ അവന്റെ ശിക്ഷയുടെ ലോകമാകുന്ന നരകത്തിന്റെ രക്ഷപ്പെടാം? ആരാണ് നമ്മളെ പഠിപ്പിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അല്ലാഹുവിലുള്ള ഈമാൻ ഒരാളുടെ പൂർത്തിയാകണമെങ്കിൽ മുഹമ്മദ് റസൂലുള്ളാഹിലൂടെ അല്ലാതെ സാധിക്കില്ല. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു വെച്ചു. അതുകൊണ്ട് അല്ലാഹുവിലുള്ള ഈമാനിന്റെ ഭാഗമാണ് അല്ലാഹു നിയോഗിച്ച റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈമാൻ. ഒരാൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിൽ, റിസാലത്തിൽ, അവിടുത്തെ ദൗത്യത്തിൽ സംശയം വേറിയോ അല്ലാഹുവിലുള്ളവന്റെ ഈമാനും അപകടത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ളവന്റെ ഈമാനും കറബാധിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അല്ലാഹുവിലേക്ക് ചേർത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പരാമർശിച്ചത്. വമൻ ലം യുഅ്മിൻ ബില്ലാഹി വറസൂലിഹി. ആരാണോ അല്ലാഹുവിലും അവന്റെ റസൂലിലും ഈമാൻ കൈക്കൊള്ളാത്തത്, ഫഇന്നാ അഅ്തദ്നാ ലിൽ കാഫിരീന സഈറാ. എന്നിട്ട് അവരെ കുറിച്ച് എന്താ പറഞ്ഞത്? അത്തരത്തിലുള്ള കാഫിറുകൾക്ക്, നിഷേധികൾക്ക്, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവരാണ് അവർ. അതുകൊണ്ടാണ് അവരെ കാഫിറുകൾ എന്ന് വിശേഷിപ്പിച്ചത്. അല്ലാഹുവിലും റസൂലിലും ശരിയായ ഈമാൻ കൈക്കൊള്ളാത്തവർ, നേരത്തെ പറഞ്ഞ രൂപത്തിൽ സംശയത്തോടെ അതിനെ സമീപിക്കുന്നവരാണെങ്കിൽ പോലും അവർ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ്. ഫഇന്നാ അഅ്തദ്നാ ലിൽ കാഫിരീന സഈറാ. അത്തരത്തിലുള്ള ധിക്കാരികൾക്ക്, നിഷേധികൾക്ക്, അല്ലാഹുവിലും അവന്റെ റസൂലിലും അവിശ്വസിച്ചവർക്ക്, കാഫിറുകൾക്ക് നാം ഇതാ കത്തിജ്വലിക്കുന്ന നരകം ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അആദനല്ലാഹു വ ഇയ്യാകും. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രതിവചിച്ച പ്രസിദ്ധമായ സ്വഹീഹ് മുസ്ലിമിലെ ഹദീസിൽ നമുക്ക് വായിക്കാം, വല്ലദീ നഫ്സി ബിയദിഹി ലാ യസ്മഉ ബി അഹദുൻ മിൻ ഹാദിഹിൽ ഉമ്മത്തി യഹൂദിയ്യുൻ വലാ നസ്റാനിയ്യുൻ ثم لا يؤمن بالذي أرسلت به إلا كان من أصحاب النار. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ്, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ റബ്ബിനെ തന്നെ സത്യം, ഈ ഉമ്മത്തിൽ നിന്ന് എന്നെ കേൾക്കുന്ന ഒരാൾ, അവൻ യഹൂദിയാകട്ടെ നസ്റാനിയാകട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിന് ശേഷം നബിയെക്കുറിച്ച് അറിയുന്ന, നബിയെക്കുറിച്ച് കേൾക്കുന്ന ഒരു യഹൂദിയാകട്ടെ നസ്റാനിയാകട്ടെ, ഈ ഉമ്മത്തിൽ ആരുമാകട്ടെ, ഖിയാമത്ത് നാൾ വരെ ജീവിക്കാനിരിക്കുന്ന ആരുമാകട്ടെ, ثم لا يؤمن بالذي أرسلت به, എനിക്ക് അവതരിക്കപ്പെട്ടതിൽ, എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹിയായി നൽകിയതിൽ വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുന്നതാരാണോ, നബിയെക്കുറിച്ച് കേട്ടു അതിൽ വിശ്വസിച്ചില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാൻ കൈക്കൊണ്ടില്ല, അവിടുത്തെ നബുവത്തിനെയും റിസാലത്തിനെയും ദൗത്യത്തെയും അംഗീകരിച്ചില്ല, ഇല്ലാ കാന മിൻ അസ്ഹാബിൻ നാർ, അവൻ നരകാവകാശികളിൽ ഉൾപ്പെടാതിരിക്കുകയില്ല, അവർ നരകത്തിലായിരിക്കുമെന്നാണ്. കാരണം അവർക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ല, അവർക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ല. അല്ലാഹു പറഞ്ഞതുപോലെ ഇന്നാ അഅ്തദ്നാ ലിൽ കാഫിരീന സഈറ, അത്തരത്തിലുള്ള കാഫിറുകൾക്ക് അല്ലാഹു ഒരുക്കി വെച്ചത് കത്തിജ്വലിക്കുന്ന നരകമാണ്, അവർക്ക് സ്വർഗ്ഗത്തിൽ പ്രവേശമില്ല. പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിക്കുക പറഞ്ഞ ഗൗരവമുള്ളൊരു പാഠമുണ്ട്. എന്താണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിന് ശേഷം അവിടുത്തെ കുറിച്ച് കേട്ട യഹൂദിയാകട്ടെ നസ്റാനിയാകട്ടെ, അവർക്ക് പോലും നബി ഈമാൻ കൈക്കൊണ്ടില്ലെങ്കിൽ സ്വർഗത്തിൽ സ്ഥാനമില്ല, ഇസ്ലാമിൽ സ്ഥാനമില്ല, അവർ നരകത്തിന്റെ വിറകായി തീരുമെന്ന് പറഞ്ഞാൽ, യഹൂദികൾക്കും നസ്റാനികൾക്കും കിതാബിന്റെ പാരമ്പര്യമുണ്ട്. യഹൂദർ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രബോധിത സമൂഹമാണ്, തൗറാത്തിന്റെ വക്താക്കളാണ്. നസ്റാനികൾ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചവരാണ്, ഇഞ്ചീലിന്റെ വക്താക്കളാണ്. കിതാബിന്റെ, അള്ളാഹു ആകാശ ലോകത്ത് നിന്ന് വഹിയായി ഇറക്കിയ തൗറാത്തിന്റെയും ഇഞ്ചീലിന്റെയും അമ്പിയാക്കളുടെയും പാരമ്പര്യവും അവകാശവാദവും അവർക്കുണ്ടായിട്ട് പോലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യത്തിന് ശേഷം നബിയിൽ അവർ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ, അവർക്ക് പോലും ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല എങ്കിൽ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കേൾക്കാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മുൻകാല കിതാബുകളിലൂടെയോ അമ്പിയാക്കളുടെ വാമൊഴികളിലൂടെയോ തിരിച്ചറിയാത്ത മുശ്രിക്കുകൾ, ബുദ്ധർ, ജൈനർ, ഹൈന്ദവർ, നിരീശ്വര നിർമ്മതവാദികൾ, യുക്തിയില്ലാത്ത യുക്തിരഹിതവാദികൾ, അവരവസ്ഥ എന്തായിരിക്കും? അവരവസ്ഥ എന്തായിരിക്കും? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഇങ്ങനെ സംശയലേശമന്യേ അടിയുറച്ച് വിശ്വസിക്കേണ്ടുന്ന, ഈമാൻ കൈക്കൊള്ളേണ്ടുന്ന ബാധ്യതയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നമ്മുടെ ഒന്നാമത്തെ ബാധ്യത. രണ്ടാമത്തെ കാര്യം, മഹബ്ബതുഹു വ തഅദീമുഹു, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക, അവിടുത്തെ ആദരിക്കുക. എല്ലാ മുസ്ലിമായ സ്ത്രീക്കും പുരുഷനും സ്വന്തം നഫ്സിനേക്കാൾ, സ്വശരീരങ്ങളെക്കാൾ പ്രിയപ്പെട്ടവരായിരിക്കണം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അല്ലാഹു സൂറത്തുൽ അഹ്സാബിൽ പറഞ്ഞില്ലേ, അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹും ഉമ്മഹാതുഹും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങൾക്ക് ഈമാനുള്ളവർക്ക്, അല്ലാഹുവിന്റെ റസൂലിലും അല്ലാഹുവിലും അടിയുറച്ച ഈമാൻ കൈക്കൊണ്ടവർക്ക് സ്വദേഹങ്ങളെക്കാൾ അവരോട് അടുത്തവനാണ്. നോക്കൂ നിങ്ങൾ, നമ്മുടെ സ്വന്തം ദേഹത്തെക്കാൾ നമുക്ക് പ്രിയങ്കരനായി, പ്രിയപ്പെട്ടവനായി, അടുത്തവനായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിൽ നമ്മൾ സ്ഥാപിച്ചിട്ടില്ലേ? അവിടുത്തെ പേര് കേൾക്കുമ്പോൾ, സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മനം തൊട്ട് പറയുമ്പോൾ, അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം മറ്റാരോടുള്ള സ്നേഹത്തെക്കാൾ നമ്മുടെ ഹൃദയത്തിൽ തുളുമ്പുന്നില്ലയോ? നമ്മുടെ ഈമാൻ നമ്മൾ പരിശോധിക്കണം. കാരണം അല്ലാഹു പറഞ്ഞത് അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, സ്വശരീരങ്ങളെക്കാൾ മുഅ്മിനീങ്ങൾക്കാണ് അല്ലാഹുവിന്റെ റസൂൽ ഏറ്റവും അടുത്തവനാകുന്നത്. നമുക്കങ്ങനെ തോന്നുന്നില്ലെങ്കിൽ നമ്മുടെ ഈമാൻ നമ്മൾ പുനഃപരിശോധിക്കണം. നമുക്കങ്ങനെ തോന്നണം. തോന്നുവോളം നമ്മുടെ ഈമാൻ നമ്മൾ ഊട്ടിയുറപ്പിക്കണം. അല്ലാഹുവിന്റെ റസൂലിനെ പഠിക്കണം, കേൾക്കണം, വായിക്കണം, അറിയണം, പകർത്തണം. അവിടുന്ന് ജീവിച്ചതുപോലെ ജീവിക്കണം. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹും ഉമ്മഹാതുഹും. അവിടുത്തെ പ്രിയ പത്നിമാർ നമ്മുടെ മാതാക്കളാണ്. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ മാതാക്കളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിനു തർളൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി ഫതറബ്ബസൂ ഹത്താ യഅതി അല്ലാഹു ബിഅംരി വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. സ്വന്തം മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, സഹോദരങ്ങളെക്കാൾ, ഭാര്യമാരെക്കാൾ, സഹധർമ്മിണിമാരെക്കാൾ, കുടുംബക്കാരെക്കാൾ, നമ്മൾ സ്വരുക്കൂട്ടിയ സമ്പത്തിന്റെ ശേഖരങ്ങളെക്കാൾ, മാന്യവും നഷ്ടവും നേരിടുമെന്ന് നമ്മൾ ഭയക്കുന്ന നമ്മുടെ സാമ്പത്തിക സ്രോതസ്സുകളെക്കാൾ, നമ്മുടെ കച്ചവട ചരക്കുകളെക്കാൾ, നമ്മൾ സായൂജ്യമടയുന്ന, നമ്മൾ കെട്ടിപ്പടുത്ത നമ്മുടെ പാർപ്പിടങ്ങളാകുന്ന ധവളക്കൊട്ടാരങ്ങളെക്കാൾ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്നതുവരെ, ഇതിനേക്കാളെല്ലാം അള്ളാഹും റസൂലും നമുക്ക് പ്രിയപ്പെട്ടവരാകുന്നതുവരെ നമ്മുടെ ഈമാൻ പൂർത്തിയാകുകയില്ല എന്നാണ്. നമ്മൾ അള്ളാഹുവിന്റെ ശിക്ഷയെ പതിയിരിക്കണമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തൗബയിലൂടെ നമ്മോട് പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ സ്വദേഹങ്ങളെക്കാൾ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം. സ്വഹാബത്ത്, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് അവിടുത്തെ സ്നേഹിച്ചതുപോലെ സത്യസന്ധമായി സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം. സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും വന്ന ഉഹദ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹത്തിന്റെ പാഠങ്ങൾ സ്വഹാബത്തിന്റെ ചരിതങ്ങളുടെ ഏടുകളിൽ നമ്മൾ അയവിറക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന ആ ഏടുകളിലൊന്ന് മഹാനായ അബൂ ത്വൽഹ അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം. ഉഹദ് യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്ക് നേരിട്ട നഷ്ടങ്ങളും പ്രയാസങ്ങളും പരാജയത്തിന്റെ കൈപ്പുനീരും നമുക്കറിയാം. അതൊരു ചരിത്ര യാഥാർത്ഥ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തിരുവദനത്തിലൂടെ രക്തമൊഴുകി, അവിടുത്തെ മുൻപല്ല് പൊട്ടി, അവിടുത്തേക്ക് ശത്രുക്കളുടെ പ്രഹരവും അവരുടെ ആയുധം കൊണ്ടുള്ള അക്രമവും ഏൽക്കേണ്ടി വന്നു. അബൂ ത്വൽഹ അൽ അൻസാരി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചുറ്റും ഒരു രക്ഷാകവചം പോലെ തന്റെ പച്ചയായ ശരീരം സംരക്ഷണ വേലിയായി അദ്ദേഹം തീർത്തു. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു സ്വഹാബികളുടെ കൂട്ടത്തിൽ എണ്ണം പറഞ്ഞ അമ്പെയ്ത്തുകാരനായി. അദ്ദേഹം എന്തെങ്കിലും ലക്ഷ്യസ്ഥാനം ലക്ഷ്യമാക്കി അമ്പെയ്താൽ അത് അവിടെ തന്നെ കൃത്യമായി പതിക്കുമായിരുന്നു. അങ്ങനെ നബിക്ക് രക്ഷാകവചം തീർത്ത് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ശത്രുക്കളുടെ കൂട്ടത്തിലേക്ക് അമ്പെയ്ത്തിന്റെ ശരവർഷം നടത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ത്വൽഹയുടെ പിന്നിലുണ്ട് റളിയല്ലാഹു അൻഹു. അദ്ദേഹം അമ്പെയ്യുന്നത് ശത്രുക്കളിലേക്ക് പതിക്കുന്നുണ്ടോ? ആകാംക്ഷയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ത്വൽഹ റളിയല്ലാഹുവിന്റെ മറബേദിച്ച് തലപൊക്കി നോക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ സമയത്ത് അബൂ ത്വൽഹ അൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാചകമുണ്ട്, ലാ തുശ്രിഫ് യാ റസൂലല്ലാഹ് ലാ യുസീബുക ശൈഅൻ മിനൽ ഖൗം നഹ്രി ദൂന നഹ്രിക യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, താങ്കൾ തലയുയർത്തി നോക്കരുത് റസൂലേ. ആ സമൂഹത്തിൽ നിന്ന് ഒരമ്പിന്റെ ശരവർഷം പോലും താങ്കളിൽ ഏൽക്കാതിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. താങ്കളുടെ രോമത്തിനൊരു പോറൽ പോലും ഏൽക്കാതിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ ചങ്ക് കൊണ്ട് താങ്കൾക്കെതിരെ വരുന്ന ആയുധങ്ങൾ ഞാൻ തടുക്കും. അതുകൊണ്ട് താങ്കളുടെ ശരീരത്തിൽ അവരിൽ നിന്നൊരു ആയുധവും പതിക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ നെഞ്ചുകൊണ്ട്, എന്റെ ചങ്ക് കൊണ്ട് ഞാൻ അതിനെ തടുക്കുന്നതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്ന ഷഹീദ് എന്ന് പലരും വിശേഷിപ്പിക്കപ്പെടുന്ന രൂപത്തിൽ അബൂ ത്വൽഹ അൻസാരി ശത്രുക്കളുടെ ക്രൂരമായ വെട്ടും ആയുധം കൊണ്ടുള്ള പ്രഹരവുമേറ്റ് ഉഹദ് യുദ്ധത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിചയമായി മാറി. ഇങ്ങനെ ജീവൻ ബലിയർപ്പിച്ച് ചങ്ക് കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ വരുന്ന ആയുധങ്ങളെ തടുത്ത, നെഞ്ചുവിരിച്ച് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രക്ഷാകവചമൊരുക്കിയ, അടർക്കളത്തിൽ രണഭൂമിയിൽ പട്ടിണി സഹിച്ച് ശരീരവും ജീവനും ജീവിതവും സ്വത്വവും അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി ബലിയർപ്പിച്ച, ദീനിന് വേണ്ടി ബലിയർപ്പിച്ച സ്വഹാബത്തെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അതാണ് യഥാർത്ഥ സ്നേഹം. മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ തന്റെ സ്വഹാബിയായ സൗബാൻ
അദ്ദേഹത്തിന്റെ മുഖം വിവരണമായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്ത് നോക്കി വായിച്ചെടുക്കുകയാണ്. എന്തുപറ്റി സൗബാൻ എന്ന് നബി ചോദിക്കുകയാണ്. അദ്ദേഹത്തിന് അസുഖമോ മറ്റെന്തെങ്കിലും ശാരീരികമോ മാനസികമായോ പ്രയാസമോ നേരിട്ടതല്ല. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, വല്ലാഹി ഇന്നക അഹബ് ഇലയ്യ മിൻ വലദി വവാലിദി വന്നാസി അജ്മഈൻ. അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹു സത്യം, എൻ്റെ മാതാപിതാക്കളെക്കാൾ, എൻ്റെ സന്താനങ്ങളെക്കാൾ, മറ്റേതു മനുഷ്യരെക്കാളും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ താങ്കളാണ്. വവല്ലാഹി ഇന്നി ലഅകൂനു ഫിൽ ബൈതി സുമ്മ അദ്കുറുക ഫല അസ്ബിർ ഹത്താ ആതി ഇലൈക ഫഅൻദുർ ഇലൈക. ഞാൻ താങ്കളുടെ സന്നിധിയിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക്, എൻ്റെ മക്കളിലേക്കും കുടുംബത്തിലേക്കും മടങ്ങിയാൽ, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹു സത്യം, താങ്കളുടെ മുഖം കാണാതിരിക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ വീണ്ടും താങ്കളുടെ സന്നിധിയിലേക്ക് ഓടിയെത്തുകയാണ്. എനിക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല. എൻ്റെ മക്കളോടൊപ്പവും കുടുംബത്തോടൊപ്പവും കഴിയുമ്പോൾ പോലും താങ്കളെ കാണാതിരിക്കാൻ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എനിക്കത് ക്ഷമിച്ചു നിർത്താൻ സാധിക്കുന്നില്ല. ഞാനിപ്പോൾ ആലോചിക്കുന്നത്, എന്നെ അലട്ടിയ ആശങ്ക എന്ന് പറഞ്ഞാൽ, ദുനിയാവിൽ താങ്കൾ ജീവിച്ചിരിക്കുമ്പോൾ, താങ്കളോടൊപ്പം ജീവിച്ചിരിക്കുമ്പോൾ ഇതാണ് എൻ്റെ അവസ്ഥയെങ്കിൽ, നാളെ മരിച്ചു കഴിഞ്ഞാൽ പരലോകത്ത് ഖിയാമത്ത് നാളിൽ താങ്കൾ അമ്പിയാക്കളുടെയും മുർസലീങ്ങളുടെയും ഉന്നത പദവിയിൽ, സ്വർഗത്തിൽ അള്ളാഹു ഒരുക്കി വെച്ച സ്വർഗീയ സോപാനങ്ങളിൽ ഉന്നത ശ്രേണിയിൽ താങ്കൾ വിശ്രമിക്കുമ്പോൾ, ഈ സാധുവായ ഞാൻ താങ്കളോടൊപ്പം അവിടെ സ്ഥാനം പിടിക്കാൻ എനിക്ക് സാധിച്ചില്ലെങ്കിൽ, താങ്കളോടൊപ്പം ചേരാൻ എനിക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ, സ്വർഗത്തിൽ താങ്കളോടൊപ്പം എത്താൻ എനിക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ, അതാണ് എന്നെ അലട്ടുന്ന ആശങ്ക. അതാണ് സൗബാൻ റളിയല്ലാഹുവിന്റെ മുഖത്തെ വിവരണമാക്കിയത്. ആ ചിന്തയാണ്, ആശങ്കയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി സമാധാനം നൽകി. വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീന വഹസുന ഉലൈക റഫീഖ. സൂറത്തുൻ നിസാഇൽ 69-ാമത്തെ ആയത്ത്. ആരാണോ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവൻ, അവൻ അക്കൂട്ടർ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം ചൊരിഞ്ഞ അമ്പിയാക്കളോടും സിദ്ദീഖുകളോടും ശുഹദാക്കളോടും സ്വാലിഹീങ്ങളോടും ഒപ്പം സ്വർഗ്ഗത്തിലായിരിക്കും. വഹസുന ഉലൈക റഫീഖ, അവരെത്ര നല്ല കൂട്ടുകാരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. സഹോദരങ്ങളെ, ഇങ്ങനെ സൗബാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം. മഹാനായ സയ്യിദ് ഇബ്നു ദസിന്ന എന്നു പേരുള്ള സ്വഹാബി, സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, ഒരിക്കൽ ഒരു സൈനിക നടപടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചപ്പോൾ ശത്രുക്കൾ അവരെ പിടികൂടുകയും പല സ്വഹാബിമാരെയും വധിക്കുകയും ചിലരെ തടവിലാക്കുകയും ചെയ്തു. അങ്ങനെ അവർ തടവിലാക്കിയ സ്വഹാബിമാരിൽ ഒരാളായിരുന്നു സയ്യിദ് ഇബ്നു ദസിന്ന റളിയല്ലാഹു അൻഹു. യുദ്ധം നിഷിദ്ധമാക്കിയ അശ്ഹുറുൽ ഹുറും, പവിത്രമാക്കപ്പെട്ട മാസങ്ങളുടനീളം അദ്ദേഹത്തെ അവർ തടഞ്ഞു വെച്ചു, തടവറയിലാക്കി. ആ സമയത്ത് പരസ്പരം കൊല്ലാനോ രക്തം ചിന്താനോ പാടില്ലല്ലോ. അങ്ങനെ അള്ളാഹു പവിത്രമാക്കിയ മാസങ്ങൾ പിന്നിട്ടു. അവർ സയ്യിദ് റളിയല്ലാഹുവിൻ്റെ അരികിലെത്തി. സയ്യിദ് റളിയല്ലാഹുവിൻ്റെ ശിരസ്സറുക്കാൻ, അദ്ദേഹത്തെ വധിച്ചു കളയാൻ അവർ തീരുമാനിച്ചു. അബൂ സുഫിയാൻ അന്ന് മുസ്ലിം ആയിട്ടില്ല. അദ്ദേഹം സയ്യിദ് റളിയല്ലാഹുവിനെ വിളിച്ചു ചോദിച്ചു, യാ സയ്യിദ് അസ്അലുക ഫഅജിബ്നി, ഞാൻ നിന്നോട് ചിലത് ചോദിക്കാം, നീ എനിക്ക് മറുപടി നൽകണം. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, അബൂ സുഫിയാൻ, അറഅയ്ത ലൗ കാന മുഹമ്മദുൻ മകാനക വകുൻത അൽആൻ ഫി അഹ്ലിക വവലദിക അകുൻത തുഹിബ്ബു ദാലിക്. ഓ സയ്യിദ്, നിന്റെ സ്ഥാനത്ത് മുഹമ്മദ് ആകുകയും നീ ഇപ്പോൾ സുരക്ഷിതനായി നിന്റെ കുടുംബത്തോടും മക്കളോടുമൊപ്പം സ്വൈര്യമായി വീട്ടിൽ അന്തിയുറങ്ങുകയും ചെയ്യുന്നത് നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? അകുൻത തുഹിബ്ബു ദാലിക്. അദ്ദേഹത്തിന്റെ മറുപടി, ഫഖാല വല്ലാഹി വല്ലാഹി ഇന്നി ലാ ഉഹിബ്ബു അന്നി ബൈന അഹ്ലി വവലദി വഅന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുശാഖു ബിശൗകത്തിൻ. അല്ലാഹു സത്യം, ഞാൻ എൻ്റെ കുടുംബത്തോടും മക്കളോടുമൊപ്പം സുരക്ഷിതമായി വീട്ടിലെത്തുകയും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിൽ ഒരു മുള്ള് തറക്കുകയും ചെയ്യുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അദ്ദേഹത്തിന്റെ മറുപടി, കഴുമരത്തിൽ ജീവൻ ഭീഷണിയിലാകുമ്പോൾ കഴുത്തറുക്കാൻ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പകരം നിശ്ചയിക്കാൻ ചോദ്യം ഉന്നയിക്കപ്പെടുമ്പോൾ പോലും സ്വഹാബത്തിന്റെ മറുപടി ഇതായിരുന്നു. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കും. അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു, എങ്ങനെയാണ് അല്ലാഹുവിന്റെ റസൂലിനോടുള്ള നിങ്ങളുടെ സ്നേഹം? അദ്ദേഹം പറഞ്ഞു, കാന അഹബ് ഇലൈന മിനൽ വാലിദി വൽ വലദി വന്നാസി അജ്മഈൻ വമിനൽ മാഇൽ ബാരിദി അലൽ ളമഇ സ്വല്ലല്ലാഹു അലൈഹി നബിയിന വസല്ലം. എൻ്റെ പിതാക്കളെക്കാൾ, മാതാക്കളെക്കാൾ, മക്കളെക്കാൾ, മറ്റേതു ജനങ്ങളെക്കാളും എനിക്ക് പ്രിയപ്പെട്ടവനാണ് അല്ലാഹുവിന്റെ റസൂൽ. മാത്രമല്ല, ദാഹിച്ചു വലയുന്ന സന്ദർഭത്തിൽ തണുത്ത വെള്ളം കുടിക്കാൻ ഞരമ്പുകൾ അതിനെ ആഗ്രഹിക്കുന്ന ആ ദാഹാർത്ഥമായ അവസ്ഥ ഉണ്ടല്ലോ, ദാഹിച്ചു വലഞ്ഞ ഒരാൾക്ക് തണുത്ത വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ അത് എത്ര ആർത്തിയോടെ, കൊതിയോടെ, ആഗ്രഹത്തോടെ അവൻ ഉള്ളിലേക്ക് തൻ്റെ വായിലൂടെ ഇറക്കിപ്പെടും. ഇതിനേക്കാൾ, അതിനെയാണ് അദ്ദേഹം ഉപമിച്ചത്, അതിനേക്കാൾ അല്ലാഹുവിന്റെ റസൂലിനോട് ഞങ്ങൾക്ക് അഭിനിവേശമാണ്, ആഗ്രഹമാണ്, സ്നേഹമാണ്, പ്രിയമാണ് എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ജീവിച്ചിരിക്കുന്ന സ്വഹാബത്തിന് അവിടുത്തോടുള്ള സ്നേഹത്തിന്റെ ചരിത്രത്തിലെ സാക്ഷ്യങ്ങളാണെങ്കിൽ നമുക്ക് അവിടുത്തോടൊപ്പം ജീവിക്കാൻ സാധിച്ചിട്ടില്ല.
അവിടുത്തെ അസ്ഹാബുകളുടെ കൂട്ടത്തിൽ അണിചേരാൻ നമുക്ക് സാധിച്ചിട്ടില്ല. നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് ആ തിരുവചനം ദർശിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ഭൂമിയിലെ ഏറ്റവും മനോഹരമായ ദൃശ്യം നമ്മുടെ കണ്ണിന് ആനന്ദം പകർന്നിട്ടില്ല, നമ്മുടെ മനം കുളിർപ്പിച്ചിട്ടില്ല, നമുക്കതിന് ഭാഗ്യം ലഭിച്ചിട്ടില്ല. പക്ഷേ നമുക്ക് ആശ്വാസം പകരുന്ന അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമാധാന വാചകങ്ങളുണ്ട്. അവിടുത്തോടുള്ള സ്നേഹം സത്യസന്ധമായി പ്രകടിപ്പിക്കാൻ നമ്മെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രേരിപ്പിച്ച മനോഹരമായ ഒരു ഹദീസുണ്ട്. സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് വായിക്കാം. ഏതാണത്? ഇന്ന മിൻ അശദ്ദിന്നാസി ഹുബ്ബൻ ലീ, എന്നോട് ഏറ്റവും ഉത്കടമായ സ്നേഹം കാത്തു സൂക്ഷിക്കുന്നവർ, എന്നോട് അതീവമായ ഇഷ്ടമുള്ളവർ ഒരു വിഭാഗമാണ്. ഖൗമുൻ മാ റഔനി യഅതൂന മിൻ ബഅദി, അവരെന്നെ കണ്ടിട്ടില്ല. യഅതൂന മിൻ ബഅദി, എനിക്ക് ശേഷം വരുന്നവരാണ്, എന്റെ മരണശേഷം ജീവിക്കാനിരിക്കുന്നവർ. വദ്ദൂ ലൗ റഔനി ബിഅഹ്ലിഹിം വമാലിഹിം, തങ്ങളുടെ സമ്പത്തും കുടുംബവും ദുനിയാവിൽ നേടിയതെല്ലാം ബലികഴിപ്പിക്കേണ്ടി വന്നാലും തങ്ങളുടെ റസൂലിനെ ഒരു നോക്ക് കാണാൻ ആഗ്രഹം പേറി നടക്കുന്നവരായിരിക്കും അവർ. ദുനിയാവിലുള്ളത് സകലതും ത്യജിച്ചാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതിനു പകരമായ ഒരു നോക്ക് കാണാൻ ഭാഗ്യം ലഭിച്ചിരുന്നെങ്കിലെന്ന് അതിയായ ഉത്കടമായ അഭിവാഞ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിന്റെ തീവ്രമായ ഭാവം കാത്തു സൂക്ഷിക്കുന്ന, എന്നെ കണ്ടിട്ടില്ലാത്ത, എനിക്ക് ശേഷം ജീവിക്കുന്ന എൻ്റെ ഉമ്മത്തിലെ അംഗങ്ങൾ, അവരാണ് എന്നോട് ഏറ്റവും ശക്തമായ സ്നേഹമുള്ളവർ. സുബ്ഹാനല്ലാഹ്. ഈ സ്നേഹത്തിലേക്ക് എത്താൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മെപ്പോലെ ദുനിയാവിൽ നഷ്ടക്കാരാകുന്ന മറ്റാരാണുള്ളത്? ഇതിനെക്കുറിച്ച് ചിന്തിക്കാനോ പറയാനോ ഓർമ്മപ്പെടുത്താനോ ഭാഗ്യമോ തൗഫീഖോ ലഭിക്കാത്ത മുസ്ലിം ഉമ്മത്തിലെ അംഗങ്ങളുടെ അവസ്ഥ എന്താണ്? മനുഷ്യജനങ്ങളുടെ അവസ്ഥ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ അനുഗ്രഹം, സൗഭാഗ്യം നമുക്ക് ദുനിയാവിൽ നൽകുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇങ്ങനെ നമ്മൾ സ്നേഹിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം, അതോടൊപ്പം അവിടുത്തെ ആദരിക്കണം. എത്രത്തോളം എന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹുജറാത്തിലൂടെ സ്വഹാബികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി, അല്ലാഹുവിന്റെ റസൂലിന്റെ ശബ്ദത്തേക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയർത്തരുത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിൽ. വലാ തജ്ഹറു ലഹു ബിൽ ഖൗലി കജഹ്രി ബഅദികും ലിബഅദ്, നിങ്ങൾ അന്യോന്യം പരസ്പരം ഒച്ചയിടുന്നത് പോലെ, നിങ്ങൾക്കിടയിൽ നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് പോലെ ശബ്ദമുയർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ നിങ്ങൾ ഒച്ചയിട്ട് സംസാരിക്കരുത്. അങ്ങനെ ചെയ്താൽ അൻ തഹ്ബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ, നിങ്ങൾ അറിയാതെ നിങ്ങളുടെ സകല പ്രവർത്തനങ്ങൾ നിഷ്ഫലമായി പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വഹാബത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുള്ള ആദരവിന്റെ പാഠം പഠിപ്പിക്കുന്നു. നോക്കൂ നിങ്ങൾ, നബിയുടെ സാന്നിധ്യത്തിൽ അവിടുത്തെ ശബ്ദത്തെക്കാൾ ശബ്ദമുയർത്തരുത്. അവർ തമ്മിൽ സംസാരിക്കുന്നത് പോലെ നബിയുടെ സന്നിധിയിൽ ഒച്ചയിട്ട് സംസാരിക്കരുത്. അവരുടെ അമലുകൾ നിർവീര്യമാകും, നിഷ്ഫലമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായി താക്കീത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, പണ്ഡിതന്മാർ ഇക്കാര്യം വിശദീകരിക്കുകയോ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം അവിടുത്തെ മസ്ജിദിലും, മസ്ജിദുൻ നബവിയിൽ പ്രത്യേകിച്ച് ഈ മര്യാദ നമ്മൾ പാലിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദിലേക്ക്, അവിടുത്തെ മസ്ജിദ് സിയാറത്ത് ചെയ്യാൻ നമുക്ക് അവസരം ലഭിക്കുകയാണെങ്കിൽ, മദീനയിലെത്താൻ നമുക്ക് ഭാഗ്യം ലഭിക്കുകയാണെങ്കിൽ, അവിടെ ദുനിയാവിൻ്റെ ഒരു വർത്തമാനവും അനാവശ്യമായ ഒരു സംസാരവും നമ്മൾ ഉരിയാടരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം അവിടുത്തെ ശബ്ദത്തെക്കാൾ ശബ്ദമുയർത്തുന്നതിന് സമാനമാണത്. ജീവിച്ചിരിക്കുമ്പോൾ അവിടുത്തെ ശബ്ദത്തെക്കാൾ ശബ്ദമുയർത്തുന്നത് പോലെ പണ്ഡിതന്മാർ പറയുന്നു. മസ്ജിദ് നബവിയിൽ ശബ്ദമുയർത്താൻ അനുവാദമുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയല്ലാതെ അവിടുത്തെ ഹദീസുകൾ, അവിടുത്തെ ദീനിന്റെ അധ്യാപനങ്ങൾ, ഇൽമ്, ഖൈർ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയല്ലാതെ, ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടിയല്ലാതെ, ദിക്ർ ഉരുവിടാൻ വേണ്ടിയല്ലാതെ നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മൾ ശബ്ദമുയർത്തരുത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജീവിച്ചിരിക്കുമ്പോഴും അവിടുന്ന് മരിച്ചു കഴിഞ്ഞാലും നമുക്കുള്ള ബഹുമാനത്തിന്റെ, ആദരവിന്റെ പാഠമാണിത്. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുള്ള ആദരവിന്റെയും ബഹുമാനത്തിന്റെയും പാഠങ്ങളിൽപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പരാമർശിക്കപ്പെടുമ്പോൾ മനുഷ്യരിൽ മറ്റേതെങ്കിലും ഒരാളുടെ പേര് പരാമർശിക്കുന്നത് പോലെ ലാഘവത്തോടെ, നിസാരത്തോടെ നമ്മൾ പേര് പരാമർശിക്കരുത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ പേര് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദരവുണ്ടാകണം, ബഹുമാനമുണ്ടാകണം. സ്വലാത്ത് ചൊല്ലാൻ നമ്മൾ പിശുക്ക് കാണിക്കരുത്. മനുഷ്യരിൽ ഏറ്റവും കടുത്ത പിശുക്കൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ടിട്ടും സ്വലാത്ത് നിർവഹിക്കാത്തവനാണ്. സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി അജ്മഈൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറയുമ്പോൾ ഒരു സാധാരണക്കാരായ ഒരു മനുഷ്യനെ പറയുന്നത് പോലെ, മറ്റേതെങ്കിലും ഒരാളെ പരാമർശിക്കുന്നത് പോലെ തീർത്തും ബഹുമാനമില്ലാതെ പരാമർശിക്കുന്ന, ഇസ്ലാമിന് വേണ്ടി ശബ്ദിക്കുന്ന ആളുകളുണ്ട്. ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് സ്വലാത്തിന്റെ അകമ്പടിയോടെ, ബഹുമാനത്തോടെ, ആദരവോടുകൂടി പറയാൻ, നമ്മൾ അവിടുത്തോടുള്ള ബഹുമാനം കാത്തു സൂക്ഷിക്കാൻ, മരണശേഷം അവിടുത്തെ പേര് പരാമർശിക്കുമ്പോൾ പോലും ശ്രദ്ധിക്കണമെന്നത് ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അൻ ലാ
أشهد أن محمدا رسول الله أشهد أن محمدا رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله. بسم الله والحمد لله والصلاة والسلام على رسول الله بعد. اللهم اصلح لنا ديننا الذي هو عصمة أمرنا وأصلح لنا دنيانا التي فيها معاشنا وأصلح لنا آخرتنا التي فيها معادنا. اللهم اجعل الحياة زيادة لنا في كل خير والموت راحة لنا من كل شر يا رب العالمين. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബഹുമാനത്തിൻ്റെയും ആദരവിൻ്റെയും ഭാഗമായി ചരിത്രത്തിൽ നമ്മൾ ഓർക്കേണ്ടുന്ന മഹത്തായൊരു പാഠം, മഹാനായ ഉർവത്ത് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ശത്രുപക്ഷത്തായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഇസ്ലാം സ്വീകരണത്തിന് മുമ്പ് ഹുദൈബിയ സന്ധിയുടെ പശ്ചാത്തലത്തിൽ സ്വഹീഹുൽ ബുഖാരിയിൽ ഈ സംഭവം ദീർഘമായി നമുക്ക് വായിക്കാൻ സാധിക്കും. ഹുദൈബിയ സന്ധിയെപ്പറ്റി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള സ്വഹീഹുൽ ബുഖാരിയിൽ വന്ന ഹദീസിൽ ഈ കഥ നമുക്ക് വായിക്കാൻ സാധിക്കും. അതിലൊരു ഭാഗമാണിത്. ഉർവത്ത് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ശത്രുപക്ഷത്ത് നിന്ന്, ഖുറൈശികളുടെ ഭാഗത്ത് നിന്ന് സന്ധി സംഭാഷണത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിമുഖീകരിച്ച വ്യക്തിയായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരത്തിനിടയിൽ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കുന്നതും നബിയോടുള്ള അവരുടെ സമീപനവും ബഹുമാനവും അദ്ദേഹം വായിച്ചെടുക്കുകയുണ്ടായി. അദ്ദേഹം നോക്കിക്കാണുകയുണ്ടായി. അദ്ദേഹത്തിന് അത് അനുഭവപ്പെട്ടു. അങ്ങനെ അദ്ദേഹം മക്കയിൽ ഖുറൈശികളുടെ ഇടയിലേക്ക് മടങ്ങിച്ചെന്ന് പറയാണ്, വഇന്നി വഫദ്തു അലൽ മുലൂക്ക് വഫദ്തു അല കിസ്റ വഖൈസർ വന്നജാശി. ഞാൻ ഒരുപാട് രാജാക്കന്മാരുടെ സന്നിധിയിൽ നിവേദക സംഘങ്ങളിൽ ദൂതനായി പോയിട്ടുണ്ട്. കിസ്റയുടെയും കൈസറിൻ്റെയും നജാശിയുടെ അടുക്കൽ പേർഷ്യയിലും റോമിലും എത്യോപ്യയിലും ഞാൻ പോയിട്ടുണ്ട്. ഫമാ വജദ്തു അഹദൻ യുഅദ്ദിമു അഹദൻ തഅദീമ അസ്ഹാബി മുഹമ്മദിൻ മുഹമ്മദ. എന്നാൽ അവിടെയൊന്നും, ആ രാജാക്കന്മാരുടെ സന്നിധിയിലൊന്നും കാണാത്ത ഒരു കാഴ്ച മുഹമ്മദിൻ്റെ സന്നിധിയിൽ ഞാൻ കാണുകയുണ്ടായി. ആ രാജാക്കന്മാരെയൊന്നും അവരുടെ അനുയായി വൃന്ദങ്ങൾ ആദരിക്കാത്ത വിധം ധന്യമായി മുഹമ്മദിൻ്റെ അനുയായികൾ മുഹമ്മദിനെ ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതും ഞാൻ കാണാനിടയായി. ഖുറൈശികളോട് അദ്ദേഹം പോയി പറയാണ് അദ്ദേഹത്തിൻ്റെ അനുഭവം മുസ്ലിം ആവുന്നതിന് മുമ്പ്. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബത്ത് ആദരിച്ചിരുന്നത് അദ്ദേഹം എന്നിട്ട് വിവരിക്കുകയാണ്. ഇന്നഹും കാനൂ ഇദാ തനഖമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുഖാമതൻ ലം തഖഅ അലൽ അർളി ഇന്നമാ തഖഅ ഫീ കഫി അഹദിഹിം ഫയദ്ലുഖു ബിഹാ വജ്ഹഹു വമസ്തഫാഅ മിൻ ജസദി. അവരിൽ ഒരാൾ മുഹമ്മദിൽ നിന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തു വരുന്ന തുപ്പുനീർ, അതല്ലെങ്കിൽ കഫം, അത് നിലത്ത് വീഴാൻ അനുവദിക്കില്ലായിരുന്നു. അവരുടെ കരത്തിൽ അത് പുൽകുമായിരുന്നു. നിലത്ത് വീഴുന്നതിന് മുമ്പ് അവരുടെ കരങ്ങളിൽ അത് പകർന്നെടുക്കുമായിരുന്നു. എന്നിട്ട് അവരുടെ മുഖത്തും അവരുടെ ശരീരത്തിൽ സാധിക്കുന്നിടത്തെല്ലാം അതുകൊണ്ട് ബറക്കത്തെടുക്കുമായിരുന്നു. ഇത് അനുവദിക്കപ്പെട്ട ബറക്കത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷിപ്പുകൾ, അവിടുത്തെ ശരീരത്തിലെ ഉമിനീർ, അതുപോലെ തന്നെ അവിടുത്തെ വിയർപ്പ്, അത് സുഗന്ധമുള്ളതായിരുന്നു. ഇത് ശറഅയിൽ സ്ഥിരപ്പെട്ട തബറുക്കിന്റെ രൂപമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ സഹാബത്ത് നിർവഹിച്ചതാണ്. അവരത് പകർന്നെടുത്തവരുടെ ശരീരത്തിൽ അത് സ്വീകരിക്കുമായിരുന്നു, ബറക്കത്തെടുക്കുമായിരുന്നു. ആ കാഴ്ച അദ്ദേഹം വിശദീകരിക്കുകയാണ്. വകാനൂ ലാ യുഹിദ്ദൂന അൻ-നദ്റ ഇലൈഹി. നബിയുടെ മുഖത്തേക്ക് അവർ തീവ്രമായി രൂക്ഷമായി നോക്കുക പോലുമില്ല, ആദരവ് നിമിത്തം. പല സ്വഹാബികളും പറഞ്ഞതായി കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തെ വർണ്ണിക്കാൻ പറഞ്ഞാൽ ഒരുപക്ഷെ എനിക്ക് സാധിക്കില്ല. കാരണം എന്താ, നബിയോടുള്ള ആദരവ് നിമിത്തം നബിയെ ഞാൻ ചൂഴ്ന്നു നോക്കിയിട്ടില്ല, തുറിച്ചു നോക്കിയിട്ടില്ല. അത് കാരണം നബിയുടെ മുഖത്തിന്റെ വർണ്ണന കൃത്യമായി പറയാൻ എനിക്ക് സാധിച്ചേക്കില്ല. ബഹുമാനം കൊണ്ട് നബിയുടെ മുഖത്തേക്കൊന്ന് തുറിച്ചു നോക്കാൻ പോലും അവർക്ക് സാധിച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്. വകാന ഇദാ അമറഹും അംറൻ ബാദിറു ഇലൈഹി. അവിടുന്ന് ഒരു കൽപ്പന കൽപ്പിച്ചാൽ അവർ തിടുക്കത്തോടെ വ്യഗ്രതപ്പെട്ട് അത് നടപ്പിലാക്കുകയായി. അവിടുന്ന് വിലക്കിയാൽ അവർ അതിൽ നിന്ന് കാതകാലം വിദൂരം ഓടി അകലുകയാണ്. സ്വഹാബത്തിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആദരവിന്റെയും ബഹുമാനത്തിന്റെയും അടയാളങ്ങൾ മുസ്ലിമാകുന്നതിന് മുമ്പ് ഉർവത്ത് ബിൻ മസ്ഊദ് സാക്ഷാൽ ഖുറൈശികൾക്കിടയിൽ സാക്ഷ്യപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടുത്തെ മരണശേഷം ആദരിക്കുന്നതിന്റെയും ബഹുമാനിക്കുന്നതിന്റെ ഭാഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒരു ഹർഫ് പോലും, ഒരു ലഫ്ള് പോലും അരുതാത്തത് പറഞ്ഞുകൂടാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കാഴ്ചവെച്ച സുന്നത്ത്, നീ പകർത്തുന്നതാകട്ടെ നീ പകർത്താത്തതാകട്ടെ, നിർബന്ധമാകട്ടെ ഐച്ഛികമാകട്ടെ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഒരു സുന്നത്താണോ? കാലഘട്ടം മുഴുവൻ അതിനെതിരാകട്ടെ, മുസ്ലിമീങ്ങൾ മുഴുവൻ അതിനെതിരാകട്ടെ, സമൂഹം മുഴുവൻ അതിനെ കളിയാക്കട്ടെ, പരിഹസിക്കട്ടെ, ബഹിഷ്കരിക്കട്ടെ, അവർക്ക് അന്യമാകട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെതിരെ ഒരു മനസ്സിൽ സംശയമുണ്ടാക്കുന്ന വിചാരമോ ചിന്തയോ ഉണ്ടാകാൻ പാടില്ല. അതിനപ്പുറത്തല്ലേ പറച്ചിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെതിരെ ശബ്ദിക്കുന്നവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിതങ്ങളിലെ യുക്തിക്ക് യോജിക്കുന്നില്ല എന്ന് പറയുന്ന ശകലങ്ങളെ യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും വ്യാഖ്യാനിച്ച് അതിനെ കുഴിച്ചു മൂടുന്നവർ, ഇസ്ലാമിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് പോലും ചിലരുടെ ഭാഷ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ യുക്തി കൊണ്ട് അളന്ന് ബുദ്ധി കൊണ്ട് തിട്ടപ്പെടുത്തി അംഗീകരിക്കാൻ സാധിക്കില്ല. അത് സ്വഹീഹുൽ ബുഖാരിയിൽ നിന്നാണെങ്കിലും സ്വഹീഹ് മുസ്ലിമിൽ നിന്നാണെങ്കിലും എനിക്കത് അംഗീകരിക്കാൻ വയ്യ എന്ന് പറയുന്ന ഇസ്ലാമിന്റെ പ്രച്ഛന്ന വേഷധാരികൾ, എന്തായിരിക്കും അവരവസ്ഥ? എത്ര ഗുരുതരമാണത്! റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചോ, അവിടുത്തെ സുന്നത്തിൽ സ്ഥിരപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചോ, അവിടെ ചരിത്രത്തിലെ ഏതെങ്കിലും ഒരു ശകലത്തെക്കുറിച്ചോ, അവിടുത്തെ ഹദീസുകളെ ഏതെങ്കിലും ഒരു പദപ്രയോഗത്തെക്കുറിച്ചോ ഒരാൾ സംശയത്തോടെ നിഷേധഭാവത്തിൽ പ്രതികരിച്ചാൽ, സമീപിച്ചാൽ, ഫഇന്നഹു കാഫിറുൻ ബില്ലാഹിൽ അളീം, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ കുഫ്ർ സംഭവിച്ചവനാണ് അവൻ, അല്ലാഹുവിൽ അവിശ്വസിച്ചവനാണ് അവൻ, ഇസ്ലാമിന്റെ പടിക്ക് പുറത്തു പോകുന്ന കാഫിറാകുന്നവൻ, മുർത്തദാകുന്നവൻ എന്ന് മുസ്ലിം ഉമ്മത്തിന്റെ അഇമ്മത്തുകൾ ഇജ്മാഉണ്ട്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതൊന്ന് വ്യാപകമായിരിക്കുന്നു മുസ്ലിം നാമധാരികൾക്കിടയിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതിനുമപ്പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ച വസ്ത്രധാരണ മര്യാദകൾ, പുരുഷന്റെ താടി, സ്ത്രീകളുടെ ഹിജാബ്, ഇസ്ലാമിന്റെ സംസ്കാരങ്ങൾ, പ്രത്യക്ഷത്തിൽ നമ്മൾ പാലിക്കേണ്ടുന്ന ദീനിന്റെ ചിഹ്നങ്ങൾ, ഇതിനെ പരിഹസിക്കുന്നവർ, കളിയാക്കുന്നവർ, എന്തായിരിക്കും അവരെ കുഫ്രിന്റെ കടുപ്പം? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ചിരിയായോ കളിയായോ തമാശയായോ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാഴ്ചവെച്ച അവിടുത്തെ ദീനിന്റെ ചിഹ്നങ്ങൾ, പെരുമാറ്റ, സ്വഭാവ, വസ്ത്രധാരണ, വേഷവിധാന, സംസ്കാരങ്ങൾ ഒരു നിലക്കും ഒരു സംശയവുമില്ലാതെ, ഒരു കളിയാക്കലോ തമാശയോ അതല്ലെങ്കിൽ വെറും വർത്തമാനമോ അതിനെതിരെ ചൊറിയാതെ, ആക്ഷേപിക്കാതെ അത് കാത്തു സൂക്ഷിക്കാൻ, അതിനെ പരിരക്ഷിക്കാൻ, അതിനെ പ്രതിരോധിക്കാൻ ബാധ്യസ്ഥരാണ് മുസ്ലിം ഉമ്മത്തിലെ ഓരോ അംഗങ്ങളും. എൻ്റെ ശബ്ദം കേൾക്കുന്ന ചെറുപ്പക്കാരെ നിങ്ങളോട് പറയട്ടെ, നമ്മൾ ദുനിയാവിന് ഒരു പക്ഷേ നമ്മുടെ പ്രൊഫഷന് വേണ്ടി, നമ്മുടെ കരിയറിന് വേണ്ടി, അതല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ, അതല്ലെങ്കിൽ നമ്മുടെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി, നമ്മുടെ ഭൗതികമായ നിലനിൽപ്പിന് വേണ്ടി എന്തൊക്കെ പഠിക്കുന്നു, എന്തൊക്കെ ചർച്ചകൾ നടത്തുന്നു, എത്ര അധ്വാനിക്കുന്നു. ചിലപ്പോൾ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ, റിലീഫ് പ്രവർത്തനങ്ങളിൽ നമ്മൾ സജീവമാകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥിരപ്പെട്ട സുന്നത്തിനെ സംരക്ഷിക്കാൻ, അതിനെ പ്രതിരോധിക്കുന്ന ഇസ്ലാമിന്റെ പ്രതിരോധ പടന്മാരാകാൻ നമ്മുടെ യുവത്വവും സമയവും ചൂചുറുക്കും ചോരത്തിളപ്പും എത്ര നമ്മൾ വിനിയോഗിച്ചിട്ടുണ്ട്? ഞാൻ നിങ്ങളോട് ചോദിക്കുക, നമ്മുടെ ജീവിതത്തിൽ അത് പകർത്തു വെക്കാൻ പോകട്ടെ. എന്തൊക്കെയാണ് അവിടുത്തെ ജീവിതത്തിൽ സ്ഥിരപ്പെട്ട സുന്നത്തുകൾ, അവിടുന്ന് കാഴ്ചവെച്ച സുന്നത്തുകൾ, നമ്മൾ പകർത്തേണ്ടുന്ന കാര്യങ്ങൾ, അത് അന്വേഷിക്കാൻ, അത് പഠിക്കാൻ, അത് പകർന്നു നൽകുന്ന സദസ്സുകളിൽ പങ്കെടുക്കാൻ, ആഗ്രഹത്തോടെ, അഭിവാഞ്ജനയോടെ അത് ജീവിതത്തിൽ ഒപ്പിയെടുക്കാൻ നമ്മൾ എത്ര സമയം കണ്ടെത്താറുണ്ട്? സാമൂഹ്യ മാധ്യമങ്ങളിൽ, പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ അറിയപ്പെടുന്ന സെലിബ്രിറ്റികൾ അനുകരിക്കാൻ, അവരെ പഠിക്കാൻ, അവരെ ദിനരാത്രങ്ങൾ ചികയാൻ, അത് ജീവിതത്തിൽ ചേർത്ത് വെക്കാൻ, അവരെ പോലെയാകാൻ ചെറുപ്പക്കാരും യുവാക്കളും കുട്ടികളും സ്ത്രീകളും ബഹുജന സമക്ഷം എല്ലാവരും പ്രായഭേദമന്യേ മുമ്പിലാണ്. പ്രത്യേകിച്ച് കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ തരംഗം വ്യാപിച്ച കാലഘട്ടത്തിൽ നമ്മുടെ മാതൃകാ പുരുഷനായ, പിൻപറ്റപ്പെടാൻ ന്യായമായി അർഹതയുള്ള അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ എത്ര വായിച്ചു, എത്ര പഠിച്ചു, എത്ര പകർത്തി എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. നമ്മുടെ ഈമാനിനെ ബാധിക്കുന്ന ചോദ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തെക്കാൾ ശബ്ദമുയർത്തിയാൽ അവരുടെ പ്രവർത്തനങ്ങൾ സ്വഹാബത്തിനെ മുൻനിർത്തി അല്ലാഹു പറയുന്നു നിഷ്ഫലമാകുമെങ്കിൽ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ കളിയാക്കുന്നവർ, അവിടുന്ന് കാഴ്ചവെച്ച ദീനിനെ പരിഹസിക്കുന്നവർ, അവർ അത്ര നിഷേധത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതാണ് രണ്ടാമത്തെ കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറ്റാരെക്കാളും സ്വന്തത്തെക്കാളും സ്നേഹിക്കുകയും അവിടുത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അവിടുത്തെ സുന്നത്തിനെ പ്രതിരോധിക്കുകയും പകർത്തുകയും ചെയ്യുക. മൂന്നാമത്തെ കാര്യം അൽ മുസാറഅതു ഇലാ ത്വാഅതി വൽ ഇസ്തിജാബതു ലഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ കറകളഞ്ഞു വിശ്വസിക്കുന്നുവെങ്കിൽ, അവിടുത്തെ നബുവത്തും റിസാലത്തും നമ്മൾ സംശയലേശമന്യേ നമ്മുടെ വിശ്വാസമായ അഖീദയായി അരക്കിട്ടുറപ്പിക്കുന്നുവെങ്കിൽ, അതാണ് ഒന്നാമത്തെ ഹക്ക്. രണ്ടാമതായി നമ്മൾ പറഞ്ഞു, അവിടുത്തെ സ്വന്തത്തെക്കാളും മറ്റാരെക്കാളും, സൃഷ്ടികളിൽ ആരെക്കാളും, അള്ളാഹു കഴിഞ്ഞാൽ, പടപ്പുകളിൽ പടച്ചവനായ റബ്ബ് കഴിഞ്ഞാൽ പടപ്പുകളിൽ ആരെക്കാളും നമ്മൾ സ്നേഹിക്കേണ്ട അള്ളാഹുവിന്റെ റസൂലിനെയാണ്. അവിടുത്തെ നമ്മൾ ആദരിക്കണം, ബഹുമാനിക്കണം. അവിടുത്തെ ജീവിതകാലത്തിന് ശേഷം അവിടുത്തെ സുന്നത്തിനെ ആദരിക്കണം, ബഹുമാനിക്കണം. ഈ രണ്ട് ഹക്കുകൾ നമ്മൾ നടപ്പിലാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായും മൂന്നാമത്തെ ഹക്കിലേക്ക് നമ്മൾ ഒഴുകിയെത്തും, നമ്മൾ ഓടിയെത്തും. എന്താണത്? അൽ മുസാറഅതു ഇലാ ത്വാഅതി. ഇത് അംഗീകരിക്കുന്ന ഈ രണ്ട് ഹക്കുകൾ നടപ്പിലാക്കുന്ന ഒരാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കാതിരിക്കാൻ നിർവാഹമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതത്തിൽ പകർത്തി വെക്കാതിരിക്കാൻ അവന് സാധിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സ്ഥിരപ്പെട്ട ഒരു ഹദീസ്,
അവിടുത്തെ ജീവിതത്തിൽ സ്ഥിരപ്പെട്ട ഒരു സുന്നത്ത്, അത് കേൾക്കുമ്പോഴേക്ക് വേഗതയിൽ അത് ജീവിതത്തിൽ പകർത്താൻ അവൻ തിടുക്കം കൊണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ക്ഷണം, അവിടുത്തെ വിളിയാളങ്ങൾ, അവിടുത്തെ മൊഴിമുത്തുകൾ, അതിനുത്തരം ചെയ്യാൻ അവൻ ഓടിയെത്തും. ഇതാണ് മൂന്നാമത്തെ കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിടുക്കപ്പെട്ട് അനുസരിക്കുകയും അവിടുത്തെ ദഅവത്തിന്, അവിടുത്തെ സന്ദേശങ്ങൾക്ക്, അവിടുത്തെ അധ്യാപനങ്ങൾക്ക് ഉത്തരം ചെയ്യുകയും ചെയ്യുക. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ അതാണ് ജീവിതമെന്നാണ്. പലർക്കും ജീവിതമെന്ന് പറഞ്ഞാൽ ദുനിയാവ് മാത്രമാണ്. ദുനിയാവിലെ സമ്പത്ത്, ദുനിയാവിലെ സുഖ സൗകര്യങ്ങൾ, താൻ ആഗ്രഹിക്കുന്ന സൗന്ദര്യ സങ്കല്പത്തിലുള്ള വിവാഹബന്ധങ്ങൾ, കൺകുളിമയുള്ള മക്കൾ, ഭൗതികമായി നേടാൻ സാധിക്കുന്ന നേട്ടങ്ങളുടെ സോപാനങ്ങൾ, ഇതിനപ്പുറത്തൊരു ജീവിതത്തെക്കുറിച്ചുള്ള ചിന്ത ആധുനിക കാലഘട്ടത്തിലെ ബഹുഭൂരിപക്ഷത്തിനുമില്ല. യഥാർത്ഥത്തിൽ അതാണോ ജീവിതം? അതാണ് ജീവിതം. യഥാർത്ഥത്തിലുള്ള ജീവിതത്തെക്കുറിച്ച് അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂലി ഇദാ ദഅാകും ലിമാ യുഹ്യീകും. സൂറത്തുൽ അൻഫാൽ 24-ാമത്തെ ആയത്ത് മറിച്ചു നോക്കണം നിങ്ങൾ. മുഅ്മിനീങ്ങളെ, ഈമാനുള്ളവരെ, അല്ലാഹുവിലേക്കും റസൂലിലേക്കും നിങ്ങൾ ക്ഷണിക്കപ്പെട്ടാൽ, എന്തിന് ക്ഷണിക്കപ്പെട്ടാൽ? ലിമാ യുഹ്യീകും, നിങ്ങൾക്ക് ജീവൻ പകരാൻ, നിങ്ങൾക്ക് ജീവൻ നൽകാൻ അല്ലാഹുവിലേക്കും റസൂലിലേക്കും ക്ഷണിക്കപ്പെട്ടാൽ. ഇത് അല്ലാഹു പറഞ്ഞിരിക്കുന്നു ഖുർആനിലൂടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നു. എന്ന് നിങ്ങളോട് പറഞ്ഞാൽ ലിമാ യുഹ്യീകും, നിങ്ങൾക്ക് ജീവൻ നൽകുന്ന കാര്യമാണ്. നിങ്ങൾക്ക് നവോന്മേഷവും സമാധാനവും സ്വസ്ഥതയും സകല സൗഭാഗ്യവും വിജയവും ഓതിത്തരുന്ന മന്ത്രമാണത്. ക്ഷണിക്കപ്പെട്ടാൽ, ജീവൻ നൽകുന്ന കാര്യത്തിലേക്ക് നിങ്ങൾ വിളിക്കപ്പെട്ടാൽ, ഇസ്തജീബു, നിങ്ങൾ ഉത്തരം ചെയ്യുവിൻ എന്ന് അല്ലാഹു കൽപ്പനയുടെ സ്വരത്തിൽ നമ്മോട് പറയുക. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പുൽകാത്തവർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ തന്റെ ജീവിതമാക്കാത്തവർക്ക് ജീവിതമില്ല. അവർ ജീവിതം ആസ്വദിച്ചിട്ടില്ല. അവർ വിപ്ലവമായ, നശിക്കുന്ന നൈമിഷികമായ ദുനിയാവിന്റെ നശ്വരതയിൽ, അതിന്റെ മാസ്മരികതയിൽ, പൈശാചികതയിൽ ജീവിതം തുലച്ചു കളയുന്നു എന്നല്ലാതെ എന്താണ് അവർ നേടിയത്? എന്താണ് അവർ ആസ്വദിച്ചത്? എന്താണ് അവർ സമ്പാദിച്ചത്? അത് ജീവിതമല്ല തന്നെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ വിളിച്ചു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പിൻപറ്റാത്തവർ ജീവച്ഛവങ്ങൾക്ക് സമാനമാണ്. അവർ ജീവിച്ചിരിക്കുന്നെങ്കിലും മയ്യിത്തുകളാണ് എന്നാണ് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ മുഫസ്സിറുകൾ നമ്മെ വിശദീകരിക്കുന്ന പ്രധാനപ്പെട്ട പാഠം. രണ്ടാമതായി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നവർക്ക് മാത്രമാണ് സന്മാർഗം, നല്ല നടപ്പ്, അതല്ലെങ്കിൽ സദാചാര മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്നവർ മാത്രമായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത് മാത്രമാണ് നന്മ. മറ്റു നന്മകൾ ഇസ്ലാമികതര ആശയങ്ങളും ആദർശങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇസ്ലാമിൽ നിന്ന് പകർന്നെടുത്തതായിരിക്കും. അവർ സ്വയം നിർമ്മിച്ചതാണെങ്കിൽ ഇസ്ലാമിൽ നിന്ന് അവർ പകർന്നെടുത്തതായിരിക്കും. ഇസ്ലാം പഠിപ്പിക്കാത്തൊരു നന്മയുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമുക്കത് പകർന്നു നൽകിയത്. വത്തബിഊഹു ലഅല്ലക്കും തഹ്തദൂൻ, നിങ്ങൾ സന്മാർഗത്തിലാകണോ, നിങ്ങൾ നല്ല നടപ്പുകാരാകണോ, നിങ്ങൾ സദാചാരത്തിലാകണോ? അല്ലാഹു പറയുന്നു, വത്തബിഊ, അല്ലാഹുവിന്റെ റസൂലിനെ നിങ്ങൾ സമ്പൂർണ്ണമായി പിൻപറ്റൂ. സന്മാർഗം പ്രാപിക്കുന്നവർ, ഹിദായത്തിലാകുന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തെ പിൻപറ്റുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാതെ, അവിടുത്തെ മാർഗത്തെ പിൻപറ്റാതെ നമുക്കൊരിക്കലും നന്മകളോ സന്മാർഗമോ നേടാൻ സാധിക്കുകയില്ല. വഇൻ തുതിഊഹു തഹ്തദൂ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കുകയാണെങ്കിൽ നിങ്ങൾ സന്മാർഗം പ്രാപിക്കുന്നവരാകും. സൂറത്തുൻ നൂറിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പോൾ യഥാർത്ഥ ജീവിതം ആസ്വദിക്കണം. ഇസ്തജീബു ലില്ലാഹി വലിർ റസൂലി, അല്ലാഹുവിന്റെ റസൂലിനെ പിൻപറ്റുക. സന്മാർഗമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, ഹിദായത്തരായി ജീവിച്ച് മരിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, നന്മകൾ സ്വായത്തമാക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. വത്തബിഊഹു ലഅല്ലക്കും തഹ്തദൂൻ, അല്ലാഹു പറയുന്നു, അല്ലാഹുവിന്റെ റസൂലിനെ നിങ്ങൾ സമ്പൂർണ്ണമായി പിൻപറ്റുവിൻ. അല്ലാഹുവിന്റെ കാരുണ്യം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? അല്ലാഹുവിന്റെ കാരുണ്യം നമ്മെ വലയം ചെയ്തിട്ടില്ലെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മസ്ജിദിൽ വന്നിരിക്കാൻ പോലും നമുക്ക് സാധിക്കുകയില്ല. ഒരു നന്മ പോലും ചിന്തിക്കാനോ അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കാനോ അള്ളാഹുവിന്റെ മുമ്പിൽ ഒന്ന് നന്നായി സുജൂദ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയില്ല. അള്ളാഹുവിന്റെ സഹായവും കാരുണ്യവും ഇല്ലെങ്കിൽ എന്താണ് നമുക്ക് നേടാൻ സാധിക്കുക? നമ്മുടെ വിരലെടുക്കാൻ നമുക്ക് സാധിക്കുക? അള്ളാഹുവിന്റെ കാരുണ്യമാണ് എല്ലാ നന്മകളും നമുക്ക് അനുകൂലമാകാനും എല്ലാ തിന്മകളും നമ്മിൽ നിന്ന് അകലയാകാനും കാരണം. അള്ളാഹുവിന്റെ റഹ്മത്താണ്, അള്ളാഹുവിന്റെ കാരുണ്യമാണ്. സ്വർഗത്തിൽ പ്രവേശിക്കാനും നരകത്തിൽ രക്ഷപ്പെടാനുമുള്ള കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല റഹ്മത്താണ്. ആ റഹ്മത്ത് നമുക്ക് വേണോ? അള്ളാഹു പറയുന്നു, വഅതീഉല്ലാഹ വറസൂല ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുവിൻ, നിങ്ങൾക്ക് കരുണ ചെയ്യപ്പെട്ടേക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യുന്നതാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റഹ്മത്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂലിനെ നമ്മൾ പിൻപറ്റണം. ഇനി അള്ളാഹുവിനോടുള്ള ഇഷ്ടം നമുക്ക് വാദിക്കാം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുള്ള സ്നേഹം നമുക്ക് അവകാശവാദമായി ഉന്നയിക്കാം. അതിനപ്പുറത്ത് അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുകയാണെങ്കിലോ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടം കരസ്ഥമാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിലോ, അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ഇന്നവനെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന അള്ളാഹുവിന്റെ ഇഷ്ടം മലക്കുകളോട് അറിയിച്ചാൽ, മലക്കുകൾ മുഴുവൻ, ജിബ്രീൽ നേതൃത്വം നൽകുന്ന മലക്കുകൾ മുഴുവൻ, ആകാശലോകത്തെ മലക്കുകൾ മുഴുവൻ അവൻ ഇഷ്ടപ്പെടുകയാണ്. ഭൂമിയിലെ മാലോകർക്കിടയിൽ, മനുഷ്യർക്കിടയിൽ അവനോടുള്ള ഇഷ്ടവും സ്വീകാര്യതയും അവരുടെ ഹൃദയത്തിൽ അള്ളാഹു ഇട്ടുകൊടുക്കുകയായി. ഇങ്ങനെ അള്ളാഹുവിന്റെ ഇഷ്ടം സമ്പാദിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? വേറെ ആരും നമ്മൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നോക്കൂ, നിങ്ങൾ ദുനിയാവിൽ ആളുകൾ 4 ആൾ അറിയുന്ന ഒരാൾ നമ്മെക്കുറിച്ച് നമ്മോടുള്ള ഇഷ്ടം അറിയിച്ചുവെങ്കിൽ, നമ്മെക്കുറിച്ച് നല്ലത് പറഞ്ഞുവെങ്കിൽ എത്ര ക്രെഡിറ്റായി നമ്മൾ കൊണ്ടു നടത്തും. റബ്ബുൽ ആലമീനായ, ആകാശഭൂമികളുടെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല, മലിക്കുൽ ജബ്ബാറായ, രാജാതിരാജനായ, രാജാക്കളുടെ രാജാവായ
അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമാണോ? എന്താണ് അതിലുള്ള മന്ത്രം? എന്താണ് അതിലുള്ള പോംവഴി? അള്ളാഹു പറയുന്നു, കുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറയുക നബിയെ, ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റൂ എന്ന് നബിയെ അവരോട് പറയുക. യുഹ്ബിബുകുമുല്ലാഹ്, അള്ളാഹു നിങ്ങൾ ഇഷ്ടപ്പെടും. അള്ളാഹിന്റെ റസൂലിനെ പിൻപറ്റിയല്ലാതെ അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് നേടാൻ സാധിക്കുകയില്ല. തീർന്നു. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നമ്മുടെ തിന്മകൾ അള്ളാഹു പുറത്തു നൽകും. നമ്മുടെ പാപങ്ങൾ, പാപക്കറകളിൽ നിന്ന് മഞ്ഞ് ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ, തണുത്ത വെള്ളം കൊണ്ട്, ആലിപ്പഴം കൊണ്ട് വെള്ള വസ്ത്രം ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ നമ്മുടെ പാപക്കറകളിൽ നിന്ന് നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടണമോ? വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ പിൻപറ്റണമെന്ന് അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്നു. സഹോദരങ്ങൾ, ഇതുകൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. സ്വർഗമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ നമ്മൾ പറഞ്ഞു? ദുനിയാവിൽ സമാധാനം, നല്ല ജീവിതം, സന്മാർഗ ചരിതം, സന്മാർഗത്തിലുള്ള സഞ്ചാരം, സന്മാർഗത്തിലായിട്ടുള്ള നന്മയിൽ മുഴുകിയുള്ള ജീവിതം, അള്ളാഹുവിൻ്റെ കാരുണ്യം, അവൻ്റെ സ്നേഹം, അവനിൽ നിന്നുള്ള മഗ്ഫിറത്ത്, പാപമോചനം. അതോടൊപ്പം ഇതെല്ലാം നമ്മെ അവസാനം കൊണ്ടെത്തിക്കുന്നത് സ്വർഗത്തിലേക്കാണ്. സ്വർഗം നേടാനാണ് ഈ പണി മുഴുവൻ നമ്മൾ എടുക്കുന്നത്. സ്വർഗമാണ് നീ ആഗ്രഹിക്കുന്നത്? മാദാ തുരീദ്? തുരീദുൽ ജന്ന, നീ സ്വർഗമാണ് ആഗ്രഹിക്കുന്നത്? അള്ളാഹുവിന്റെ റസൂൽ പറയട്ടെ, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്നത ഇല്ലാ മൻ അബാ, എൻ്റെ ഉമ്മത്തിൽ നിന്ന് സർവരും സ്വർഗത്തിൽ പ്രവേശിക്കും, ഇല്ലാ മൻ അബാ, വിസമ്മതിച്ചവരൊഴികെ. സ്വഹാബത്ത് ചോദിച്ചു, ഉമയ്യ യാ റസൂലല്ലാഹ്, സ്വർഗത്തിൽ പ്രവേശിക്കാതെ നരകത്തിൽ അകപ്പെടുന്ന ആ വിസമ്മതിച്ച കൂട്ടരാരാണ് റസൂലേ? ഉമ്മത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അതാഅനി ദഖലൽ ജന്ന വമൻ അസാനി ഫഖദ് അബാ, ആരാണോ എന്നെ അനുസരിച്ചത് അവനാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നവൻ, ആരാണോ എന്നെ ധിക്കരിച്ചത് അവനാണ് വിസമ്മതിച്ചവൻ, സ്വർഗമന്യമാകുന്നവൻ. അതുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്നവൻ ആരാണ്? കളവ് പറയാത്ത, കളവിന്റെ ഒരു ലാഞ്ചന പോലും ഏൽക്കാത്ത, ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവിന്റെ ഒരു അക്ഷരം പോലും മുറിയാടാത്ത, വഹി കൊണ്ട് സംസാരിക്കുന്ന അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹുവിന്റെ റസൂലിനെ സമ്പൂർണ്ണമായി പിൻപറ്റുന്നിടത്താണ് സ്വർഗപ്രവേശം സ്ഥിതി ചെയ്യുന്നത്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇനി അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനോട് എതിരിട്ടാൽ, അതിനോട് പുറംതിരിഞ്ഞാൽ, അവിടുത്തെ മാർഗം നമുക്ക് അന്യമായാൽ, അതിനോട് അലർജിയായാൽ, അത് കാലഘട്ടത്തിനെതിരാണ്, പുരോഗമനത്തിനെതിരാണ്, സ്വാതന്ത്ര്യമില്ല, ഇക്കാലഘട്ടത്തിന് യോജിച്ചതല്ല, അത് കാലിക പ്രസക്തമല്ല, അത് ആധുനിക തലമുറക്ക്, അവരുടെ സംസ്കാരത്തിന്, അവരുടെ വിദ്യാഭ്യാസ നയങ്ങൾക്ക്, അല്ലേ, ടെക്നോളജിയുടെ വികാസത്തിന്, പുരോഗമനത്തിന് തടസ്സമാണ് എന്നാരെങ്കിലും പറയുന്നുവെങ്കിൽ അവർ സൂക്ഷിച്ചു കൊള്ളട്ടെ, അവർ ഭയന്നു കൊള്ളട്ടെ, അള്ളാഹുവിന്റെ ശിക്ഷയെ അവർ കാത്തിരുന്നു കൊള്ളട്ടെ. അള്ളാഹു പറയട്ടെ, ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരി അൻ തുസീബഹും ഫിത്ന, അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകൾക്കെതിരിടുന്നവർ, അതിനോട് ധിക്കാര നയം വെച്ച് പുലർത്തുന്നവർ, അവർ ഭയക്കട്ടെ, അവർ പേടിച്ചു കൊള്ളട്ടെ. അൻ തുസീബഹും ഫിത്ന, അവർക്ക് ഫിത്ന ബാധിക്കുന്നത്. പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിക്കാൻ പറഞ്ഞു, അവർ ഇസ്ലാമിൽ നിന്ന് കുഫറിലേക്ക് ചേക്കേറുന്നത്, ഷിർക്കിലേക്ക് നയിക്കപ്പെടുന്നത്, ഏറ്റവും കൊടിയ തിന്മയായ ഷിർക്ക് അവർക്ക് ഭവിക്കുന്നത്, കുഫറിലേക്ക് അവർ ചേക്കേറുന്നത്, ഇസ്ലാമിൽ നിന്ന് കൂടുമാറുന്നത്, അതിനുമപ്പുറത്ത് ദുനിയാവിൽ അവർക്ക് ശിക്ഷയിറങ്ങുന്നത്, അവർ ഭയന്നു കൊള്ളട്ടെ. ഔ യുസീബഹും അദാബുൻ അലീം, പരലോകത്ത് അവർക്ക് ബാധിക്കുന്ന വേദനയേറിയ നരകശിക്ഷയും അവർ ഭയന്നു കൊള്ളട്ടെ. ഇതാണ് അവർക്കുള്ള താക്കീത്, ഇതാണ് അവർക്കുള്ള താക്കീത്. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറ. സൂറത്തുൻ നിസാഇൽ അല്ലാഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിന്റെ മാർഗ്ഗമാണ് സന്മാർഗ്ഗം എന്ന് ബോധ്യപ്പെട്ടിട്ടും, അറിഞ്ഞിട്ടും, മനസ്സിലാക്കിയിട്ടും, സത്യമിതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും അതിനോട് ബോധപൂർവ്വം എതിരിട്ട് നിൽക്കുന്നവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച സ്വഹാബത്തും താബിഈങ്ങളും താബിഈങ്ങളും മുൻനിരയിൽ നിൽക്കുന്ന മുഅ്മിനീങ്ങളുടേതല്ലാത്ത ശരിയായ ഇസ്ലാമിന്റെ മാർഗ്ഗം അത് കൈവിട്ടവർ, മുഅ്മിനീങ്ങളുടേതല്ലാത്ത മാർഗ്ഗത്തെ പിൻപറ്റുന്നവർ, അന്യമതസ്ഥരുടെ, പാശ്ചാത്യരുടെ, പുരോഗമനവാദികളുടെ, ദീനില്ലാവാദികളുടെ ആശയവും ആദർശവും ചിന്തയും സംസ്കാരവും സ്വഭാവവും പെരുമാറ്റവും ഡ്രസ് കോഡും ഹെയർ സ്റ്റൈലും പിൻപറ്റുന്നവരെ, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിന്റെ മാനദണ്ഡം നിന്റെ ജീവിതത്തെ വലയം ചെയ്യാൻ ആഗ്രഹിക്കാത്തവരെ, സത്യമതാണെന്ന് മനസ്സിലായിട്ടും മുഅ്മിനീങ്ങളുടെ മാർഗ്ഗത്തോട് എതിരിട്ട് നിൽക്കുന്നവർ, നുവല്ലിഹി മാ തവല്ല, അവർ തിരിഞ്ഞിടത്തേക്ക് അള്ളാഹു തിരിച്ചു കളയും. അള്ളാഹു പറയും, വനുസ്ലിഹി ജഹന്നം, പിന്നെ ഒരു തിരിച്ചൊരു അവർ പ്രതീക്ഷിക്കേണ്ടതില്ല, നരകത്തിലിട്ടവരെ നാം കരിക്കുന്നതാണ്. വസാഅത് മസീറ, ആ നരകം എത്ര മോശമായ സങ്കേതമാണ്, എത്ര മോശമായ മടക്കസ്ഥാനമാണ്. വലഇയാദുബില്ല, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വജുഇല ദില്ലത്തു വസ്സിഗാർ അലാ മൻ ഖാലഫ അംരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിന്ദ്യതയും പതിത്തവും അപമാനവും അധമത്വവും അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയോട് എതിരിടുന്നവർക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ആർക്കാണോ അന്തസ്സില്ലായ്മ, ആർക്കാണോ അഭിമാനക്കേട്, ആർക്കാണോ അപമാനം, ആർക്കാണോ അധമത്വം, മുസ്ലിം ഉമ്മത്ത് നേരിടുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും വിലയിരുത്തി അവരുടെ പ്രതാപകാലത്തെ ചരിത്രങ്ങൾ അയവിറക്കി എന്തുകൊണ്ടത് സംഭവിച്ചു എന്ന് നിഷ്പക്ഷമായി സത്യസന്ധമായി ചരിത്രം വായിക്കുന്നവർക്കറിയാം. അത് സംഭവിച്ചത് അള്ളാഹുവിന്റെ റസൂൽ കാഴ്ചവെച്ച തനതായ ദീനിനെ കൈവെടിഞ്ഞത് കൊണ്ടല്ലാതെ മറ്റൊന്നും കൊണ്ടുമല്ല. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് അപമാനവും അധമത്വവും പതിത്വവും നിന്ദതയും മുസ്ലിം ഉമ്മത്തിന് അനുഭവിക്കേണ്ടി വരിക ഈ കറകളഞ്ഞ റസൂലിന്റെ സുന്നത്തകമ്പടി നിൽക്കുന്ന ശരിയായ ദീനിനെ കൈയൊഴിയുമ്പോഴാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ താൽപര്യപൂർവ്വം, ആവേശത്തോടെ, വേഗതയോടെ, വ്യഗ്രതയോടെ പിൻപറ്റുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഒരു മുസ്ലിമിന്റെ
മൂന്നാമത്തെ ഹക്ക്. തൽക്കാലം ഇൻഷാ അല്ലാഹ് ഈ വിഷയം നമുക്കിവിടെ താൽക്കാലികമായി വിരാമം കുറിക്കാം. ഇനിയൊരു അവസരത്തിൽ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് റസൂലുള്ളാഹി എന്ന ഷഹാദത്തിൻ്റെ രണ്ടാം പാതി സത്യസന്ധമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈമാൻ അടിയുറച്ച് അള്ളാഹുവിൻ്റെ റസൂലിനെ മറ്റാരെക്കാളും സ്നേഹിച്ച് ആദരിച്ചു അവിടുത്തെ സുന്നത്തിനെ ജീവിതത്തിൽ സമ്പൂർണ്ണമായി പകർത്തിയെടുത്ത് നടപ്പിലാക്കുന്ന ഷഹാദത്തിനെ സാക്ഷാത്കരിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതിലായി ജീവിച്ചു മരിക്കാൻ നാളെ സ്വർഗ്ഗത്തിൽ ആ റസൂലിനോടൊപ്പം സ്ഥാനം പിടിക്കാൻ റസൂലുള്ളാഹിയുടെ ചാരത്ത് വസിക്കാൻ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അപാരമായ തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.